ഹരേ കൃഷ്ണ. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും വിനയപൂർവ്വം നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ മുന്നിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാറുണ്ടല്ലേ? മക്കളുടെ ഉന്നതിക്ക് വേണ്ടി, ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി, കുടുംബത്തിലെ ദാരിദ്ര്യം മാറാൻ വേണ്ടി, രോഗദുരിതങ്ങളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ എത്ര പ്രാർത്ഥനകളാണ് ഭഗവാന്റെ ആ പാതാര വിന്ദങ്ങളിലേക്ക് നമ്മൾ ദിവസവും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഉടനെ ആ പ്രാർത്ഥനകൾക്കൊന്നും ഫലം കണ്ടെന്നും വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കും. എൻ്റെ ഗുരുവായൂരപ്പ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്നെ മറന്നോ എന്ന് ചോദിച്ച് നമ്മൾ ഒരുപാട് പരിഭവം പറയും, ഒരുപാട് കരയാനും തുടങ്ങും. ചിലപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ആ ചെറിയ ആവശ്യങ്ങളൊക്കെ, പ്രാർത്ഥനകളൊക്കെ മറന്നുപോയെന്നും വരാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരമ്മയും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മൾ പ്രാർത്ഥനകൾ മറന്നുപോയേക്കാം. ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അതൊക്കെ ചിലപ്പോൾ കാലത്തിൻ്റെ ഒരു ഗതി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ, ആ കാരുണ്യക്കടൽ, നമ്മൾ ചോദിച്ച ഒരു തുള്ളി കണ്ണീരു പോലും മറക്കില്ല എന്നതാണ് സത്യം. അത് കൃത്യമായ സമയത്ത്, നമ്മൾ പോലും വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത രീതിയിൽ ഭഗവാൻ നമ്മുടെ കൈകളിൽ എത്തിച്ചു തന്നിരിക്കും എന്നുള്ളതാണ്. വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഈ മെയ് മാസത്തിൽ പ്രകൃതിയിൽ നടന്നിരിക്കുന്ന വളരെ വലിയൊരു ആത്മീയ രഹസ്യം വിഷ്ണു ഭക്തരായ നമുക്ക് എല്ലാവർക്കും തന്നെ അതറിയാം. കഴിഞ്ഞ മെയ് 17 മുതൽ ഈ വരുന്ന ജൂൺ 15 വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 33 ദിവസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സാധാരണ ദിവസങ്ങളല്ല. ഇത് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാപുണ്യകാലമായ പുരുഷോത്തമ മാസം അഥവാ അധിക മാസമാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ടായി, എന്താണ് ഈ പുരുഷോത്തമ മാസം എന്ന്. ജ്യോതിഷപ്രകാരം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറാത്ത, അതായത് സംക്രാന്തി ഇല്ലാത്ത ഈ അധിക മാസത്തിന് നാഥനായി പ്രപഞ്ചത്തിൽ ആരുമില്ലാതിരുന്നപ്പോൾ സങ്കടപ്പെട്ടു വന്ന ഈ മാസത്തെ സാക്ഷാൽ നമ്മുടെ മഹാവിഷ്ണു കൈപിടിച്ചുയർത്തി തന്റെ സ്വന്തം പേര് നൽകി അനുഗ്രഹിച്ചു. അതാണ് പുരുഷോത്തമ മാസം. അതുകൊണ്ട് ഈ 33 ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്ന ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് പോലും കോടി പുണ്യമാണ് ഭഗവാൻ നൽകുന്നത്. നമ്മൾ എത്ര അനുഗ്രഹീതരാണല്ലേ? വൈശാഖ മാസത്തിന്റെ പുണ്യത അങ്ങോട്ട് നുകർന്ന് അതങ്ങോട്ട് പൂർത്തീകരിച്ചതേ ഉള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്, വൈശാഖ മാസത്തിന്റെ പുണ്യത മെയ് 16 അവസാനിക്കുന്നില്ല, മെയ് മാസം പൂർണ്ണമായിട്ടും അതുണ്ടാവും എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ചെയ്ത വീഡിയോകളിൽ മെയ് 16 വൈശാഖ മാസം പൂർണ്ണമാകുന്നതിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ചില ഭക്തർ ഒരു സംശയം സമർപ്പിച്ചു. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ഓർത്തത് കൊണ്ട് പറയുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും വൈശാഖ മാസം മെയ് 16 സമാപിച്ചിരിക്കുന്നു എന്നത് സത്യമാണെങ്കിലും ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് ഇടവ മാസത്തിലെ പൗർണമി, അതായത് മെയ് 31 വരെ അതിന്റെ പുണ്യത ഈ ഭൂമിയിലുണ്ട്, നിലനിൽക്കും എന്നതാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഈ ഒരു പുണ്യമാസത്തിലും പല അമ്മമാരുടെയും സങ്കടം ഇതാണ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ പുണ്യമാസത്തിലും എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ വിളി കേൾക്കുന്നില്ലല്ലോ, ഭഗവാൻ എന്നെ മറന്നോ എന്ന് പല അമ്മമാരും ചോദിക്കുന്നുണ്ട്. അമ്മമാരെ, സർവ്വചരാചരങ്ങളുടെയും നാഥനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഒരു തുള്ളി കണ്ണീരു പോലും മറക്കില്ല, കാണാതെ ഇരിക്കില്ല. നമ്മൾ സാധാരണ വിചാരിക്കാറുണ്ട് നമ്മളാണ് ഭഗവാന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന്. എന്നാൽ ഭഗവാൻ ഏറ്റവും പ്രിയം ഭക്തരെയാണ്. ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ സർവ്വസ്വതന്ത്രനാണെങ്കിലും എൻ്റെ ഭക്തരുടെ കാര്യത്തിൽ ഞാൻ പരതന്ത്രനാണ്, അതായത് അടിമയാണ് എന്നാണ്. അമ്മമാരെ, നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വാത്സല്യത്തോടെയാണ് ഭഗവാൻ നമ്മളെ നോക്കുന്നത്. ഒരമ്മ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മൾ പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ മറന്നുപോയേക്കാം. പക്ഷെ ഭഗവാൻ അതൊരിക്കലും മറക്കില്ല കേട്ടോ. അത് തെളിയിക്കുന്ന, കേട്ടാൽ നമ്മുടെ കണ്ണു നിറയുന്ന സാക്ഷാൽ ഗോവർദ്ധന പർവ്വതത്തിന്റെ ആ വലിയ പുരാണ സത്യവും നമ്മുടെ ഗുരുവായൂർ നടയിൽ ഒരു കുഞ്ഞു ഭക്തന്റെ മഞ്ചാടി കുരു അത്ഭുതവും പൂർണ്ണമായ മനസ്സോടെ ഇന്ന് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ. ഈ പുരുഷോത്തമ മാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ പോകുന്നതിന്റെ വലിയൊരു സൂചന കൂടിയാണിത്. അതിന് തെളിവായി പുരാണങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള, കേട്ടാൽ നിങ്ങളുടെ കണ്ണ് നിറയുന്ന ഒരു അപൂർവമായ സത്യകഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു കഥയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ സഫലമാകാൻ പോകുന്നതിൻ്റെ വലിയൊരു സൂചന കൂടിയാണിത്. അതുകൊണ്ട് ഒരൊറ്റ വരി പോലും വിടാതെ പൂർണ്ണമായ മനസ്സോടെ ഇത് കേൾക്കുക കേട്ടോ. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ ത്രേതായുഗത്തിലേക്ക് പോകാം. ശ്രീരാമചന്ദ്ര പ്രഭു ലങ്ക കീഴടക്കാനായി സമുദ്രത്തിനു കുറുകെ ചിറകെട്ടുന്ന സമയം വാനരപ്പട ഒന്നടങ്കം രാമ എന്ന് ജപിച്ച് വലിയ പർവ്വതങ്ങളും പാറക്കല്ലുകളും ചുമന്നുകൊണ്ട് വരികയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഹനുമാൻ സ്വാമി ഉണ്ട് കേട്ടോ.
ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ പാദസ്പർശമേൽക്കാൻ പ്രകൃതിയിലെ ജീവജാലങ്ങൾ മാത്രമല്ല വലിയ മലനിരകൾ പോലും കൊതിച്ചിരുന്ന കാലമാണത്. ഹനുമാൻ സ്വാമി വലിയൊരു പർവ്വതം അന്വേഷിച്ചു പോയപ്പോൾ അവിടെ അതിമനോഹരമായ ഒരു പർവ്വതത്തെ കാണുകയാണ്. അതാണ് ഗോവർദ്ധന പർവ്വതം. ഹനുമാൻ സ്വാമി ഗോവർദ്ധനത്തോട് ചോദിക്കുകയാണ്, അല്ലയോ പർവ്വത ശ്രേഷ്ഠ, ഭഗവാൻ ശ്രീരാമന് സമുദ്രത്തിൽ ചിറകെട്ടാൻ അങ്ങേക്ക് എൻ്റെ ഒപ്പം വരാൻ സാധിക്കുമോ? ഇത് കേട്ടപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിനുണ്ടായ സന്തോഷം എത്രത്തോളമാണെന്ന് അറിയുമോ അമ്മമാരെ? അത് ആനന്ദ കണ്ണീരൊഴുക്കാൻ തുടങ്ങുകയാണ്. കാരണം ഭഗവാൻ ശ്രീരാമൻ ആ ചിറയിലൂടെ നടക്കുമ്പോൾ തൻ്റെ മുകളിലും ഭഗവാന്റെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ പതിയും. അത്രയും ജന്മസാഫല്യമാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഗോവർദ്ധന പർവ്വതം ആനന്ദ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഹനുമാൻ സ്വാമിക്കൊപ്പം ലങ്കയിലേക്ക് പോവുകയാണ് നമ്മുടെ ഗോവർദ്ധന പർവ്വതം. ആ ഒരൊറ്റ ആഗ്രഹത്തോടെ വലിയ സന്തോഷത്തോടെ ഗോവർദ്ധനൻ ഹനുമാൻ സ്വാമിയുടെ കൂടെ പുറപ്പെടുകയുണ്ടായി. എന്നാൽ അവർ ചിറകെട്ടുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും വിധി മറ്റൊന്നായിരുന്നു കേട്ടോ. അവിടെ ചിറകെട്ടലെല്ലാം പൂർത്തിയായിരിക്കുന്നു. അവസാനത്തെ കല്ലും വെച്ചു കഴിഞ്ഞു. ഇനി ഗോവർദ്ധന പർവ്വതത്തിന് നിൽക്കാൻ അവിടെ ഒരു തരി ഇടം പോലും ഇല്ല കേട്ടോ. അത് കണ്ടപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിന്റെ ഹൃദയം പാടെ തകർന്നു പോയി. അമ്മമാരെ അത് ഉറക്കെ കരഞ്ഞു കേട്ടോ. നിന്റെ ഭഗവാനെ, നിന്റെ പാദസ്പർശമേൽക്കാൻ, നിന്നെ ഒന്ന് താങ്ങാൻ കൊതിച്ചാണല്ലോ ഞാൻ വന്നത്. എനിക്ക് ആ ഭാഗ്യമില്ലാതായി പോയല്ലോ. താൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗോവർദ്ധനന് ആ ഭാഗ്യം കിട്ടാത്തതിൽ ഹനുമാൻ സ്വാമിക്കും വലിയ സങ്കടമായി. ഹനുമാൻ സ്വാമി ഓടിച്ചെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണിട്ട് കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. ഗോവർദ്ധനന്റെ ഈ സങ്കടം കണ്ടപ്പോൾ കാരുണ്യമൂർത്തിയായ ശ്രീരാമസ്വാമിയുടെയും കണ്ണുകൾ നിറയുകയാണ്. ഭഗവാൻ ഓടിച്ചെന്ന് ഗോവർദ്ധന പർവ്വതത്തെ തലോടിക്കൊണ്ട് പറയുകയാണ്, ഗോവർദ്ധന, നീ സങ്കടപ്പെടേണ്ട. ഈ ജന്മത്തിൽ നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഞാൻ നിനക്കിതാ ഒരു വാക്ക് തരികയാണ്. ഭഗവാൻ ശ്രീരാമൻ അന്ന് ഗോവർദ്ധന നൽകിയ വാക്ക് എന്താണെന്നറിയുമോ? അടുത്ത യുഗത്തിൽ, ദ്വാപര യുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി അവതരിക്കും. അന്നെൻ്റെ സുപ്രധാനമായ എല്ലാ ലീലകളും, എൻ്റെ ബാലലീലകളും നിന്റെ മുകളിലായിരിക്കും നടക്കുക. അത്രമാത്രമല്ല, മറ്റാരും ചെയ്യാത്ത രീതിയിൽ നിന്നെ ഞാൻ എൻ്റെ ഇടത് കൈയിലെ ചെറുവിരൽ തുമ്പിൽ 7 ദിവസത്തോളം എടുത്തുയർത്തും. അന്നെൻ്റെ പാദങ്ങൾ മാത്രമല്ല, എൻ്റെ പൂർണ്ണമായ ശരീരവും പ്രഭാവവും നിന്നെ തഴുകുന്നതായിരിക്കും. കണ്ടോ അമ്മമാരെ, ഭഗവാൻ നൽകിയ ആ വലിയ വാക്ക് കേട്ട് ഗോവർദ്ധന പർവ്വതം ശാന്തനായി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി, യുഗങ്ങൾ മാറി മറിഞ്ഞു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗമായി. ഭഗവാൻ ശ്രീരാമൻ കൃഷ്ണനായി അവതരിച്ചു. ഇതിനിടയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. ഒരു പക്ഷെ ഗോവർദ്ധന പർവ്വതം പോലും പണ്ട് ശ്രീരാമചന്ദ്രൻ തനിക്ക് നൽകിയ ആ വാക്ക് മറന്നുപോയിട്ടുമുണ്ടാവാം. പക്ഷേ നമ്മുടെ കൃഷ്ണൻ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ അത് മറന്നില്ല. ദേവേന്ദ്രൻ ഗോപിച്ചു ഗോകുലത്തിന് മുകളിൽ പേമാരിയും ഇടിമിന്നലും വർഷിച്ചപ്പോൾ തന്റെ ഭക്തരെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഓടിയെത്തിയത് എങ്ങോട്ടേക്കാണ്? ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തേക്ക്. ഭഗവാൻ ലീലാലാവണ്യത്തോടെ ആ കൂറ്റൻ പർവ്വതത്തെ തന്റെ ഇടത് കൈയിലെ ചെറുവിരൽ തുമ്പിൽ ഒരു കുട പോലെ എടുത്തുയർത്തി. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭക്തന് നൽകിയ ചെറിയൊരു വാക്ക് യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഭഗവാൻ കൃത്യമായി പാലിക്കുകയാണ്. ഭക്തൻ മറന്നാലും ഭഗവാൻ മറക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നമ്മുടെ പ്രാർത്ഥനകൾ വൈകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിരാശരാവുമല്ലേ? എന്നാൽ ഗോവർദ്ധന പർവ്വതം കാത്തിരുന്നത് യുഗങ്ങളാണ്. ഭഗവാൻ തരുന്നതിന് ഒരു കൃത്യസമയമുണ്ട്, അതായത് ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയും. ആ ഒരു ക്ഷമയാണ് നമ്മൾക്കും വേണ്ടത്. നമ്മുടെ ഗുരുവായൂരിലെ വിഗ്രഹം പൂജിച്ചിരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദ്വാപര യുഗത്തിൽ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതിന് മുൻപ് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞിട്ടാണ് ഈ വിഗ്രഹം ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുന്നത്. അതായത് ഗോവർദ്ധന പർവ്വതത്തെ കൈവിരലിൽ താങ്ങിയ അതേ കൃഷ്ണൻ തന്നെയാണ് ഇന്ന് ഗുരുവായൂരിൽ ഭക്തരെ കാത്തു നിൽക്കുന്നതും. അന്ന് ഗോപികമാരെയും ഗോവർദ്ധന പർവ്വതത്തെയും കാത്തുരക്ഷിച്ച വലത് കൈ തന്നെയാണ് ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് നമുക്ക് നേരെ അനുഗ്രഹമായി നീണ്ടിരിക്കുന്നത്. പുരാണത്തിൽ മാത്രമല്ല അമ്മമാരെ, നമ്മുടെ ഗുരുവായൂർ നടയിലും ഇതുപോലൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂർ നടയിൽ ഒരു വലിയ മഞ്ചാടി നിറച്ചു വെച്ചിരിക്കുന്ന ചെമ്പുണ്ടല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊക്കെ അവിടെ പോകുമ്പോൾ അതിൽ കൈയിട്ട് വാരാറുണ്ടല്ലേ. അതിന് പിന്നിൽ ഒരു കണ്ണീരുള്ള കഥയുണ്ട് കേട്ടോ. പണ്ട് ദരിദ്രയായ ഒരു അമ്മയുടെ മകനായ ഒരു ചെറിയ ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ അതിജീവനാണ്. കൂട്ടുകാരൊക്കെ ഭഗവാന് സ്വർണവും പണവും ഒക്കെ വഴിപാടായി നൽകുമ്പോൾ ഈ പാവം കുട്ടിയുടെ കയ്യിൽ ഭഗവാന് കൊടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ദിവസവും കാട്ടിൽ നടന്ന അത്രയും ഭംഗിയുള്ള ചുവന്ന് തുടുത്ത മഞ്ചാടിക്കുരുക്കൾ ഓരോന്നായി പെറുക്കി ഒരു ചെറിയ പൊതിയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയുണ്ടായി കേട്ടോ.
തന്റെ കണ്ണിന് കൊടുക്കാനുള്ള അവന്റെ വലിയ നിധിയായിരുന്നു അത്. ഒരു ദിവസം അവൻ ആ മഞ്ചാടി പൊതിയുമായിട്ട് ഗുരുവായൂർ നടയിലെത്തി. പക്ഷെ അന്ന് അവിടെ വലിയൊരു പ്രമാണി സ്വർണ്ണക്കിഴി ഭഗവാന് വഴിപാടായി സമർപ്പിക്കാൻ വലിയൊരു ആഡംബരത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ശാന്തിക്കാരും ആളുകളും എല്ലാം ആ പണക്കാരന്റെ പിന്നാലെയായിരുന്നു. തിരക്കിനിടയിൽപ്പെട്ട ആ പാവം ചെറിയ കുട്ടിയുടെ കയ്യിലിരുന്ന മഞ്ചാടി പൊതി താഴെ വീണുപോയി കേട്ടോ. മഞ്ചാടി കുരുക്കൾ അങ്ങനെ നിലത്ത് മുഴുവനായിട്ട് ചിതറിപ്പോയി. പ്രമാണിയുടെ ആളുകൾ ആ കുട്ടിയെ തള്ളി മാറ്റി അവന് കരഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ അങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. എന്റെ പ്രാർത്ഥനയും എന്റെ വഴിപാടും കാണാൻ ഭഗവാന് നേരില്ലേ എന്നോർത്ത് ആ കുഞ്ഞു ഹൃദയം തകർന്നിട്ട് അങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയുമോ? പെട്ടെന്ന് ശ്രീലകത്തിൽ നിന്ന് മേൽശാന്തി പുറത്തേക്ക് ഓടി വരികയാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് മാലകളും ആഭരണങ്ങളും തനിയെ താഴേക്ക് വീഴുന്നു അത്രേ. ഭഗവാന് അസ്വസ്ഥത ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഭയന്നുപോയി. അപ്പോൾ അശരീരി പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ വലിയ പണക്കാരന്റെ സ്വർണ്ണക്കിഴിയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അവിടെ ഒരു ചെറിയ ഉണ്ണി എനിക്കായി കൊണ്ടുവന്ന ആ മഞ്ചാടി കുരുക്കളാണ്. അത് ചിതറിപ്പോയപ്പോഴാണ് എന്റെ മനസ്സ് നൊന്തത്. കണ്ടു അമ്മമാരെ, ലോകം മുഴുവൻ ആ പണക്കാരന്റെ പിന്നാലെ പോയപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പൻ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ കണ്ണ് ആരും കാണാതെ ഒരു മൂലയിലിരുന്ന് കണ്ണീരൊഴുക്കിയ ആ ഒരു ചെറിയ കുട്ടിയുടെ മേലെയായിരുന്നു. അവന്റെ പ്രാർത്ഥനയാണ് ഭഗവാൻ ആദ്യം കേട്ടത്. പലരും വിചാരിക്കും വലിയ വഴിപാടുകൾ നടത്തിയാലേ ഭഗവാൻ കേൾക്കൂ എന്ന്. ഒരിക്കലുമല്ല. നിങ്ങളുടെ ഉള്ളിൽ തട്ടിയുള്ള ഒരു ചെറിയ വിളി, അതൊരു പക്ഷേ ഒരു മഞ്ചാടിക്കുരുവോളം ചെറുതാണെങ്കിൽ പോലും ഭഗവാൻ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സജ്ജനങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? നമ്മൾ ഈ കലിയുഗത്തിൽ ജനിച്ച സാധാരണ മനുഷ്യരാണല്ലേ. നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എനിക്കത് നീ സാധിച്ചു തന്നില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞ് പിണങ്ങാറില്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നില്ലെന്ന്, അല്ലേ? ഒരിക്കലുമല്ല കേട്ടോ. സർവചരാചരനായ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഓരോ ശ്വാസവും അറിയുന്നുണ്ട്. നിങ്ങൾ കണ്ണീരൊഴുക്കി ചോദിച്ച കാര്യങ്ങൾ നടക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഭഗവാൻ നിങ്ങളെ മറന്നു എന്നല്ല. നിങ്ങൾക്കത് നൽകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വലിയ മുഹൂർത്തം ഭഗവാൻ അത് കാത്തുവെച്ചിട്ടുണ്ട് എന്നാണ്. ഒരു പർവ്വതം പോലും മറന്നുപോയ വാക്ക് യുഗങ്ങൾ കഴിഞ്ഞിട്ടും പാലിച്ച ഭഗവാൻ തൻ്റെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ മറക്കുമോ? ഒരിക്കലില്ല. അതുകൊണ്ട് പ്രാർത്ഥനകൾ പെട്ടെന്ന് സാധിച്ചില്ലാച്ചാലും മനം നൊന്ത് നിങ്ങൾ ഒരിക്കലും ഭക്തി ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിക്കുക. എൻ്റെ കണ്ണീർ എൻ്റെ കണ്ണൻ കാണുന്നുണ്ട്, അവൻ ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരും, എൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന്റെ ഈ വലിയ രഹസ്യം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതും ആ ഭഗവാന്റെ നിശ്ചയമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ സമയമായി എന്നതിന്റെ സൂചന കൂടിയാണിത്. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഭഗവാനിലുള്ള നിങ്ങളുടെ വിശ്വാസം ഉറച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരൊറ്റ വരി ഭഗവാനായി സമർപ്പിക്കുക കേട്ടോ. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി കുറിക്കുക. നിങ്ങളുടെ ആ പ്രാർത്ഥനയും ഭഗവാൻ കാണും, കേൾക്കും, അനുഗ്രഹിക്കും. എല്ലാ അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും ഭഗവാൻ കാരുണ്യക്കടലായ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.